സ്കൂളൊക്കെ തുറന്നിട്ട് ഇന്നാണ് കുട്ടികൾക്ക് വേണ്ടി ഉപകാരമുള്ള കാര്യം എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പം നമുക്കിന്ന് എളുപ്പത്തിലൊരു പൗച്ച് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. അതെടുക്കുക, അത് രണ്ടായിട്ട് മടക്കുക, എന്നിട്ട് രണ്ട് വശത്തും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു ഫയൽ ഷേപ്പിൽ കിട്ടും. ആ രണ്ട് വശം ഒട്ടിക്കാൻ കുറച്ച് പാടാണ്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് ഒട്ടുന്ന വശം വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. കണ്ടില്ലേ, ഇതേമാതിരി ഒരു ഫയൽ ഷേപ്പിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ലേസോ, ഞാനൊരു പിങ്ക് കളറിലെ ലേസാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. സ്കെച്ച് വെച്ചിട്ടോ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഞാനൊരു രണ്ട് ലേസ് എടുത്തിട്ട് വെച്ച് നോക്കുവാണ് ഏതാണ് ഇതിന് ചെയ്യുന്നതെന്ന്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിങ്കാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, പിങ്ക് ആയിരുന്നോ വൈറ്റ് ആയിരുന്നോ നല്ലതെന്ന്. ഞാൻ ഇവിടെ പിങ്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടത് നാല് വശത്തും നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇത് ഒട്ടിക്കാൻ കുറച്ച് പാടാണ്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആയതുകൊണ്ട് ഒട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നല്ല ഒട്ടുന്ന ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിനൊരു മൂടി വേണമുണ്ട്. അത് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡബിൾ ടേപ്പാണ്. അതെനിക്ക് അവിടെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രം ഡബിൾ ടേപ്പ് വെച്ചാൽ മതി, മണ്ടയ്ക്കും താഴെയായിട്ട് വെക്കണ്ട, ഒരു സൈഡ് മാത്രം വെച്ചാൽ മതി. ഞാൻ താഴെ ചെറിയൊരു ലേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സംഭവം വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ ടച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം പൗച്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.